പോകുന്ന വഴിക്കൊക്കെ ഒന്ന് സൂക്ഷിക്കണേ മോനെ. ഒരു കാലം പുറത്തുള്ളത് കൊണ്ട് ഏതൊക്കെ വഴിയാ അപകടം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് മാത്രമല്ലല്ലോ മുത്തശ്ശി, ലോകത്തുള്ള എല്ലാവർക്കും ഭീഷണിയുണ്ട്, നമ്മളെ ഭരിക്കുന്നവർക്ക് ഉൾപ്പെടെ. പിന്നെ മരണമെന്ന് പറയുന്നത് മനുഷ്യർ തീരുമാനിക്കുന്ന പോലെ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇനി ഭീഷണിയൊന്നും ഇല്ലെങ്കിൽ പോലും സമയമെടുക്കുമ്പോ സംഭവിക്കാനുള്ളത് സംഭവിക്കും. എങ്കിലും നമുക്ക് വലിയൊരു ശത്രു ഉണ്ടെന്നറിഞ്ഞാ നമ്മൾ കരുതിയിരിക്കണം മോനെ. അവൻ കാരണം ഈ നിൽക്കുന്ന പെങ്കൊച്ചിപ്പ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? ഇവരുടെ അച്ഛനെ കൺമുമ്പിൽ വെച്ചല്ലേ തീർത്ത് കളഞ്ഞത്. അമ്മൂമ്മ, ഇനി ഇടയ്ക്കിടയ്ക്ക് അവളെ അത് ഓർമ്മിപ്പിക്കണ്ട. എല്ലാം ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ശരി, ചിലതെല്ലാം മറക്കാൻ പറ്റത്തില്ലല്ലോ മോളെ. അപ്പുറത്ത് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്, അവർക്കും കൂടെ ഈ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ. വാ മോളെ, ഇങ്ങനെ ഒരു പയ്യനെ കിട്ടിയത് മുൻജന്മ സുഹൃതമാണെന്ന് കരുതിയാ മതി. അല്ലെങ്കിൽ ഇത്രയൊക്കെ ഭീഷണി ഉള്ളപ്പം ഏതെങ്കിലും പയ്യന്മാര് സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയിട്ട് ഈ രീതിയിൽ മോളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ നിപ്പ് നിൽക്കുവോ? അതെ അതെ, സത്യം പറഞ്ഞ ദിലീപിന്റെ സ്വഭാവം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദിലീപേട്ടന്റെ അമ്മയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ അമ്മയുടെ സംസാരത്തിൽ അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയതാ. അതിന്റെ പെറ്റതള്ളക്ക് അങ്ങനെയൊക്കെ കാണാതിരിക്കോ മോള്? അതിനെ കുറ്റം പറയാൻ പറ്റുമോ? എന്തിനു പറയുന്നു? ലക്ഷ്മിക്ക് മോക്കും ഇല്ലേ ആ പേടിയും ഭയവും ഒക്കെ? അല്ല, മോള് പലപ്പോഴും പറഞ്ഞോണ്ടിരിക്കല്ലേ മോള് കാരണം ആ കൊച്ചിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോന്ന്. ആ ഒരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട് മുത്തശ്ശി. അങ്ങനെ പേടിക്കണ്ട ചേച്ചി. ചേച്ചിയുടെ അമ്മയുടെയൊക്കെ ശത്രു ചേച്ചിയുടെ താലികെട്ടിന് മുമ്പ് മിക്കവാറും താഴെ കിടന്ന് ഉരുളും. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. അവൻ ഇനി ഒരു ജീവിതത്തിൽ നമ്മൾ 100% ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യം. അതൊരു പക്ഷേ നമ്മളൊക്കെ സംശയിക്കുന്ന പോലെ ചാവേറായിട്ട് ഇനി വരുമോന്നും പറയാൻ പറ്റത്തില്ല. ആ ചാവേറായിട്ട് വരുന്നവൻ ചാവട്ടെ, അവൻ മരിച്ചോട്ടെ. പക്ഷേ കൂടെ മറ്റുള്ളവരെയും കൊണ്ടുപോകുന്നേ നമ്മൾ ആശങ്കപ്പെടേണ്ടതുള്ളൂ. നാളത്തെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഡോക്ടർ അനുവാദം തന്നിട്ടുണ്ട്. തന്നോടും ഡോക്ടർ അത് പറഞ്ഞല്ലേ? പറഞ്ഞു. താലികെട്ട് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരണമെന്നാ പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഡോക്ടർ നിർദ്ദേശിച്ച ഭക്ഷണം മാത്രമേ കഴിക്കാൻ പോലും പാടുള്ളൂ. കല്യാണ സദ്യയൊന്നും കഴിക്കണമെന്നാ പറഞ്ഞത്. അങ്ങോട്ട് പോയാലേ നമുക്ക് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. കല്യാണം കണ്ട് വധൂവരന്മാരെ യാത്ര വെച്ചിട്ട് വന്നാ മതി. എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടാവുമെന്നാ ഡോക്ടർക്ക് പേടി. രൂപേ, അങ്ങനെ ആരും പേടിക്കണ്ട. ഞാൻ പെട്ടെന്ന് റിക്കവർ ആവാനും നമ്മുടെ കുടുംബത്തിലുള്ളവർ രക്ഷപ്പെടാനും വേണ്ടിയിട്ടല്ലേ താൻ ഈ സാഹസം കാണിച്ചത്, തല മുണ്ടനം ചെയ്തത്. അങ്ങനെയൊക്കെ തീവ്രമായി പ്രാർത്ഥിക്കുന്നവരുള്ളപ്പോ ഇനി എന്തെങ്കിലും ആപത്തുകള് എന്നെ തേടി വരൂ. അങ്ങനെയുള്ള ആത്മവിശ്വാസം ഒന്നും വേണ്ട. മലദൈവങ്ങളെ അടക്കി പിടിച്ചിരിക്കുന്നവരാണ് അമലുവും അമലുവിന്റെ വീട്ടിലുള്ളവരും ഒക്കെ. അത് മാത്രമല്ലല്ലോ, കാട്ടുമൂപ്പൻ മലദൈവത്തിന് പൂജ ചെയ്യുന്ന ആളുമായിരുന്നു. എന്നിട്ട് ദാരുണമായ അന്ത്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. സമയം ശരിയല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കും ഫലം കിട്ടില്ല ചന്ദ്രേട്ട. അബോർഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള അവളുടെ കരച്ചിലും വിഷമമൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല രൂപേ. എനിക്കും അങ്ങനെ തന്നെ. വല്ലാത്തൊരു ചതയല്ലേ ഒരുത്തൻ ചെയ്യുന്നത്. എന്നിട്ട് അവൻ സ്വതന്ത്രമായി പുറത്ത് സഞ്ചരിക്കുക. കിരണിന്റെ കയ്യുന്നവന് കണ്ടവനം തല്ല് കിട്ടി, എന്നിട്ടും ആയുസ് തീരുന്നില്ല. അതാ കഷ്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടായിരുന്നു ചന്ദ്രേട്ട, കാർത്തികയുടെ കല്യാണം മുടങ്ങിപ്പോകുന്നതായിട്ട്. അല്ല, ഇപ്പൊ എല്ലാവരും അതേപ്പറ്റിയല്ലേ ചിന്തിക്കുന്നത്. അതുകൊണ്ടാ അത്തരം സ്വപ്നങ്ങൾ കാണുന്നത്. കാർത്തികയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പാഞ്ഞു നടക്കുന്നത്. അതിന് നമ്മൾ ഭയന്നേ പറ്റൂ. അവൻ ചാവേറായിട്ട് വന്ന് മണ്ഡപത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന് കിരൺ ഉൾപ്പെടെ എല്ലാവർക്കും സംശയമുണ്ട്. ഞാൻ കണ്ടതും അങ്ങനെ ഒരു സ്വപ്നമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവണം. അങ്ങനെ മണ്ഡപത്തിലൊരു പൊട്ടിത്തെറി നടന്ന നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഇല്ലാതാവും. അപ്പോ നമ്മളും പൊയ്ക്കോട്ടെന്നേ രൂപേ. ഇനി ഉറ്റവരുടെ വേർപാടുണ്ടല്ലോ, അത് താങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് മക്കളുടെ മരുമക്കളുടെയും. കല്യാണിയുടെ അമ്മയുടെ മരണം കണ്ട് തളർന്നവരാ നമ്മള്. ഇനി അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് ഒരു കാരണവശാലും സാക്ഷ്യം വഹിക്കാൻ പാടില്ല. ഇനിയിപ്പോ വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് വന്ന് കാത്തിരിപ്പുണ്ട്. അതില് 1-2 പേര് ഇന്നത്തെ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പൊ ഇന്ന് ലേറ്റ് നൈറ്റ് ആവുമല്ലോ കിടക്കാൻ. അതെ, ഒരു 2 മണിയെങ്കിലും ആവും. പിന്നെ രാവിലെ എഴുന്നേക്കണം. 11 മണിക്കല്ലേ കല്യാണം. ദിലീപേട്ടന് ഒരുപാട് സൂക്ഷിക്കണം. അവൻ ഇവിടേക്ക് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവൻ മാത്രല്ല, അവന്റെ ആൾക്കാരും. ഇവിടെ അവരുദ്ദേശിക്കുന്ന കാര്യം ഒന്നും നടക്കില്ല എന്നറിഞ്ഞിട്ട് ഇനി അവിടേക്ക് വരുമെന്ന് അറിയില്ല. ഇത്രയും ദിവസം നമ്മൾ അതൊന്നും ഭയക്കാതല്ലേ കാർത്തികയെ പോയത്. ഇനിയും പേടിയൊന്നുമില്ല. പിന്നെ എനിക്ക് ചുറ്റിനും ഇപ്പോ എന്തിനും തയ്യാറായി എന്റെ കൂട്ടുകാരുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും അവൻ വരാനുള്ള സാധ്യതയില്ല. കാർത്തിക സൂക്ഷിച്ചാൽ മതി. നമ്മുടെ കല്യാണത്തിന് മുൻപ് അവൻ എങ്ങനെയെങ്കിലും അറസ്റ്റിലാവണേന്ന് എന്റെ പ്രാർത്ഥന. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് അവൻ മരിച്ചു എന്നല്ലേ. അവിടെയാണ് പിഴവ് പറ്റിയത്. അതിനുശേഷം ഒരിക്കൽ കൂടി കിരൺ അവനെ കൊല്ലാൻ നോക്കിയതാ. അവിടെയും അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അവൻ എന്തിനാ ഇങ്ങനെ ദൈവം ആയുസ് കൊടുക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അവനെപ്പോലൊരു ദുഷ്ടൻ പെട്ടെന്ന് മരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടായിരിക്കും. നാളെ എനിക്കൊപ്പം കാർത്തികയുണ്ടല്ലോ. ഇനി എല്ലാ ടെൻഷനും നമുക്ക് ഒന്നിച്ചു നേരിടണം. ഹണിമൂൺ ട്രിപ്പും വലിയ യാത്രയൊന്നും വേണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മാത്രമേ അവന് നമ്മളെ പിന്തുടർന്ന് വരാൻ പറ്റൂ. ഇന്ത്യ വിട്ട് പോയാലേ അത്ര പെട്ടെന്നൊന്നും വരാൻ കഴിയില്ല. അതുകൊണ്ട് ഹണിമൂൺ ട്രിപ്പ് നമുക്ക് പുറത്തായാലോ? എല്ലാം ദിലീപേട്ടന്റെ ഇഷ്ടം. എന്നാ പിന്നെ വാ, എല്ലാരും ഇവിടെ കാത്തിരിക്കാം. അപ്പോ എല്ലാവരും പല സ്ഥലത്തല്ലേ? അവൻ മാത്രമേ ഉള്ളൂ നാട്ടില്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഫംഗ്ഷൻ വരുമ്പോഴാ ഒത്തുകൂടാൻ പറ്റുന്നത്. ഇവന്റെ കല്യാണത്തിനാണ് നമ്മൾ നേരത്തെ ഒന്ന് ഒരുമിച്ചത്. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ താമസത്തിന് റൂം അന്വേഷണം നടക്കണ്ട. ആൾ താമസം ഇല്ലാത്ത ഗസ്റ്റ് ഹൗസുകളും വില്ലയൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്. ആഹാരത്തിന് താമസമൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കല്യാണപ്പെണ്ണും ചെറുക്കനും എത്തിയല്ലോ. ഇന്നത്തെ ദിവസം ഇനി യുവമാരെന്നെ ഉറക്കത്തില്ല കേട്ടോ. എന്തായാലും 2 മണി 3 മണി ആവും കിടക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടെയും 1-2 പേര് കാത്തിരിക്കുകയാണെന്ന്. അപ്പൊ പിന്നെ രാത്രിയിൽ യാത്രയില്ല. ഓക്കെ ശരി. രാത്രിയിലെ യാത്രയൊന്നും അത്ര സേഫ് അല്ല. കാർത്തിക ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ദിലീപിന് പോലീസ് എസ്കോർട്ടൊക്കെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ്ങും ഉണ്ടാവും. ചേച്ചി വാ. ചന്ദ്രസേൻ സാറ് വരത്തില്ല സാറേ? എന്തൊക്കെ സംഭവിച്ചാലും ശരി, അച്ഛൻ കല്യാണ സമയത്ത് വരുമെന്നാ തീർത്ത് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറെ കയ്യിൽ നിന്ന് സാങ്ഷൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ ഞാൻ കൂടെ ഇല്ല. എന്നിട്ട് അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ഞാനും ഒന്ന് ഇറങ്ങുമോ സാറേ? രാവിലെ കാണാം. ശരി.
ശരി എന്നാ. പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെത്തേണ്ട സമയമായി ഇതുവരെ വന്നില്ലല്ലോ. നീ ഇങ്ങനെ അവൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരുന്നാ സമയത്തിന് അവൻ ഇങ്ങെത്തില്ല. എന്നാലും നാളെ കല്യാണമല്ലേ വാസുദേവ? പോരാത്തതിന് അവന്റെ കുറച്ച് കൂട്ടുകാരും താങ്ങുന്നുണ്ടല്ലോ. ഇനി അവൻ അങ്ങോട്ട് പോയോ? നിന്റെ നെഞ്ചെടുപ്പ് തീർന്നോ? അവൻ എത്തിയല്ലോ. പോയിട്ട് പെട്ടെന്നെങ്കിൽ വന്നുകൂടായിരുന്നോ? എന്താ ഇത്ര താമസിച്ചത്? എന്റെ അമ്മേ, താമസിച്ച് എന്താണോ ദേ ഇവന്മാരോട് എന്നെ ചോദിച്ചു നോക്കും. അവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നമ്മേ. അതൊക്കെ കട്ട് ചെയ്തിട്ടാ നിങ്ങൾ വരുന്നേ. പിന്നെ ഫുഡും കഴിച്ചു. ഹോട്ടലിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ ആര് കഴിക്കും? അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. ഫുഡ് ഒന്നും വേസ്റ്റ് ആവത്തില്ല. ബാക്കിയുള്ള സ്ഥലമൊക്കെ ബാക്കി വെച്ചിട്ടാ ഇവന്മാര് കഴിച്ചിരിക്കുന്നത്. സംസാരിച്ചിരിക്കാൻ സമയമില്ല അച്ഛാ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മണിയറ ഒന്ന് സെറ്റ് ചെയ്യണം. അത് ഞങ്ങളൊന്ന് റെഡിയാക്കട്ടെ. എടാ മോനെ, ഇനി മണിയറയൊക്കെ സെറ്റ് ചെയ്ത് ഹോട്ടലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ അർദ്ധരാത്രി കഴിയില്ലേ? ഞങ്ങള് പോയി കഴിഞ്ഞാൽ അച്ഛനമ്മയും കയറി കിടന്ന് ഉറങ്ങിക്കോ. പിന്നെ ഇവിടെ വന്ന് വിളിക്കുമ്പോ വാതിൽ തുറന്നാ പോരെ. ഒരുത്തും കൊലവിളിയായിട്ട് നടക്കുമ്പോ എന്തിനാ ഇങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തൊക്കെ അവന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നേ? അതിപ്പോ രാത്രിയായാലും പകലായാലും ആപത്തിന് തടുക്കാൻ നമുക്കൊന്നും പറ്റില്ലമ്മേ. അവിടെ എല്ലാരും ടെൻഷനിലാണോ മോനെ? ടെൻഷൻ ഉണ്ടെങ്കിലും അതവിടെ ആരുടെയും മൊത്തം കണ്ടില്ല. എന്നോട് സൂക്ഷിക്കണമെന്ന് അവരെല്ലാരും പറഞ്ഞു. നേരത്തെ ഒരു ജീപ്പ് ഇവിടെ വന്നായിരുന്നു. കുറച്ചു സമയം അകത്തോട്ട് നോക്കി നിന്നിട്ടാ ജീപ്പ് വിട്ടുപോയത്. അതെ മോനെ, ഞങ്ങള് പുറത്തേക്ക് ചെന്നപ്പോ അവര് വിട്ടുപോവായിരുന്നു. അല്ല, അത് ചിലപ്പോ പോലീസായിരിക്കും. ഒരു കറുത്ത ജീപ്പായിരുന്നു, പോലീസ് ജീപ്പല്ല. എന്തായാലും ജീപ്പിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വീട്ടിലേക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും വന്നോ? അതില്ല. ശത്രു വെളിയിലുള്ളതുകൊണ്ട് ആര് വന്നാലും അങ്ങനെ സംശയം തോന്നും. കാർത്തികയ്ക്ക് ഇപ്പം 10-27 വയസ്സായി. അവൻ കൊലക്കത്തിയുമായിട്ട് ഇതിനോടകം അവളുടെ മുന്നിലേക്ക് പോയതാ. എന്നിട്ട് അവളെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അതിന് കഴിയില്ലമ്മേ. ഈ കല്യാണം മംഗളമായിട്ട് നടക്കും. കല്യാണം വലിയ ആർഭാടമായിട്ടൊന്നും നടത്തുന്നില്ല. എന്ന് കരുതി മണിയറയിൽ വെച്ച് കാണിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഇത് നമ്മുടെ സംഭാവനയാ. ഒരുക്ക് ഈ മണിയറയിൽ കിടന്നതിനെ അവൻ മരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ദിലീപിന്റെ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. എടാ, അതുപോലെയല്ലേ ഗംഗാപ്രസാദിന്റെ ചരിത്രം. ഈ കള്ളന്മാരെ പിടിക്കുമ്പോഴേ കള്ളന്മാരെ കാണാൻ വലിയ ആവേശം. അതുപോലെ തന്നെ ഇവനെ നേരിട്ട് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഏത് നേരം കത്തിയും കൊണ്ട് നടക്കുന്നവ ആരെ കുത്തണമെന്ന് പറഞ്ഞു. അല്ലല്ലേ, കല്യാണത്തിന് മുമ്പ് അവനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവിടെ പോയി നമുക്ക് അവനെ കാണാമായിരുന്നു. കൂട്ടി കിടക്കുന്ന പുലിയെ നമുക്ക് കൊഞ്ഞനം കുത്തി കാണിക്കാമല്ലോ. അതുപോലെ നമുക്ക് അവനെ കൊഞ്ഞനം കുത്തി കാണിക്കാം. എന്നെ തന്നെ കൊഞ്ഞനം കുത്തി കാണിക്കണം. അതിനു മുൻപ് ഞാൻ നിന്റെയൊക്കെ കൂട്ടുകാരനെ കൊന്ന് മുന്നിലേക്ക് തരാം. കാർത്തിച്ച് പിന്നെ ദിലീപേട്ടനെ വിളിച്ചില്ലേ? ഇല്ല. അല്ല, ദിലീപ് ഇങ്ങോട്ടും വിളിച്ചില്ലല്ലോ. നമ്മൾ എപ്പോഴും അവര് സുരക്ഷിതരാണെന്ന് തിരക്കൊണ്ടിരിക്കണം. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നറിയാം. ഇന്നത്തെ രാത്രി വളരെ പ്രധാനപ്പെട്ടതാണ്. ഗംഗാപ്രസാദ് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് വേണമെന്നായിരിക്കും അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലാക്കിരണേ. നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് താലി കിട്ടുന്ന സമയത്തൊക്കെ കതിർമണ്ഡപത്തിലായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. അന്ന് അവൻ തേനിൽ വിഷം ചേർക്കുമ്പോ ഒരു കൂട്ട മരണമായിരുന്നു അവൻ മനസ്സിൽ കണ്ടത്. അതുപോലെ തന്നെ കതിർമണ്ഡപത്തിൽ ബോംബോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവന്റെ ശത്രുക്കൾ എല്ലാവരും ഒന്നിച്ച് തീരുന്നത് ചിന്തിക്കുന്ന കൂട്ടത്തിലാവൻ. എന്തായാലും അങ്ങോട്ട് അവൻ കടന്നു കയറില്ല. അത്രയ്ക്ക് പോലീസിന് ഒരു നോട്ടം അവിടെ ഉണ്ടാവും. നാളെ കല്യാണമായിട്ട് ഇവിടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണോ? ഉറങ്ങണ്ടേ മോളെ? ശരിയാ, ചേച്ചി ചെല്ല. എന്തായാലും കിടക്കുന്നതിന് മുമ്പ് ദിലീപിനെ ഒന്ന് വിളിച്ചേക്ക് കേട്ടോ. ശരി. ദിലീപേട്ടൻ വന്ന് പോയ ശേഷം കാർത്തിച്ചിക്ക് നല്ല സന്തോഷമുണ്ട്. വിവാഹം വേണ്ടെന്ന് പറഞ്ഞു നിന്നല്ലേ. ദിലീപാണ് ശരിക്കും പറഞ്ഞ ആ ചിന്ത മാറ്റിയെടുത്തത്. അതുകൊണ്ടാ അവള് കാരണം ദിലീപിന് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് അവള് ഭയക്കുന്നേ. ഇനി ആർക്കും ഒന്നും സംഭവിക്കില്ല ലക്ഷ്മിയമ്മേ. നാളെ മംഗളമായിട്ട് തന്നെ കാർത്തികയും ദിലീപും ഒന്നിക്കും. അപ്പോഴും അവൻ പുറത്തുണ്ടല്ലോ മോനെ. നീ അവനെ നേരിട്ട് കാണുകയും ചെയ്തല്ലോ. കല്യാണം കഴിഞ്ഞാലും അവന്റെ ഭീഷണി അവസാനിക്കില്ല കിരണേട്ടാ. അവൻ ഒന്നെങ്കിൽ ജയിലിലാവണം, അല്ലെങ്കിൽ അവൻ നമുക്കിടയിൽ നിന്ന് പോകണം. അത് രണ്ടും അല്ലാതെ അവന്റെ വെല്ലുവിളി അവസാനിച്ചു എന്ന് കരുതാൻ പറ്റില്ല. ഇനി അവൻ പോയാലോ? ജയിലിൽ കിടക്കുന്ന സ്റ്റെഫിയും അതുപോലെ തന്നെ അവന്റെ സുഹൃത്തുക്കളും ഒക്കെ ഈ നാട്ടിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാതെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഇനി അവൻ ഉറങ്ങും, നന്നായി ഉറങ്ങും. ആ ഉറക്കത്തിൽ നിന്ന് പിന്നെ അവൻ ഉണരാൻ പാടില്ല. കാർത്തികയാണല്ലോ. കാർത്തു എന്തായി, പാർട്ടിയൊക്കെ കഴിഞ്ഞു? ഇല്ല, അതിനുള്ള തയ്യാറെടുപ്പില്ല. അധികം പുറത്തൊന്നും ചുറ്റണ്ട കേട്ടോ. ഒരു അവസരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കായിരിക്കും. അവനോട് പോയി പണി നോക്കാൻ പറ കാർത്തികെ. അവരെ ആരും തല്ലിക്കൊല്ലാതിരുന്നാ ഭാഗ്യം. എന്ന് ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്. അളിയ പോകണ്ടേ? ഇതിനകത്ത് ഇരുന്നാ മതിയോ? അല്ലെങ്കിൽ തന്നെ അടിപൊളിയായിട്ടല്ലേ മണിയാർ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് നീ ഇതിനകത്ത് കിടന്ന് നശിപ്പിക്കരുത്. നാളെ ഇതിനകത്ത് കിടന്നാൽ മതി. അവളെ എന്നെ ഇപ്പൊ വിളിച്ച കാർത്തിക. ഇനിയിപ്പോ വിളിയൊക്കെ ഒന്ന് മതിയാക്കിക്കോ. നാളെ രണ്ടാളും ഒന്നാവാൻ പോവല്ലേ. നമ്മുടെയൊക്കെ ലൈഫ് കണ്ടിട്ട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു നടന്നവനാ. എന്നിട്ട് പെട്ടെന്നാണ് അവന്റെ പെണ്ണിനെ കണ്ടെത്തിയത്. എടാ, അങ്ങനെ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് താല്പര്യം കാണിച്ചു തന്നെ. പെണ്ണ് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് താല്പര്യം ഇല്ലാതായി. ഇപ്പൊ എനിക്കാണ് നിർബന്ധം. കാർത്തിക എന്റെ ഭാര്യയാവണോ? കല്യാണം കഴിഞ്ഞൊരു 6-7 മാസം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം വിവാഹം സക്സസ് ആണോ എന്ന്. എടാ, എന്തായാലും ഞങ്ങൾ തമ്മിലുള്ള വിവാഹ ജീവിതം സക്സസ് ആവും. എന്റെ കാൽക്കുലേഷൻ തെറ്റില്ല. അപ്പൊ നീ ഒരു ഗ്ലാസ് ബിയറെങ്കിലും കുടിച്ചേ പറ്റൂ. ഇല്ലില്ല. വേണ്ട. അത് ശരിയാവില്ല. വരാവില്ലേ? വന്നേ, പറയുന്നേ. അവന്റെ ഒരു മണിയറ. അവൻ ഈ വീട്ടിലില്ല. കൂട്ടുകാർക്കൊപ്പം ഹോട്ടലിൽ പോയിരിക്കാം. ഇനി ഈ കല്യാണം മുടക്കാൻ എന്താ ഒരു മാർഗം?